ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്നേ ചക്ക വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ മുറ്റത്ത് പ്ലാവിൽ കുറേ ചക്കയുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം പറിച്ച് നമുക്ക് ചക്ക വറുത്തെടുക്കുക. അതിൻ്റെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബാക്കി ആദ്യം തന്നെ നമുക്ക് പ്ലാവിൽ നിന്ന് ചക്ക പറിക്കാം. അപ്പം നമ്മൾ ചക്ക പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് വെട്ടി നേരെയാക്കി എടുക്കണം. ഓക്കെ, എന്നിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചക്ക നമ്മൾ കോടാലി കൊണ്ട് വെട്ടി ചെറിയ ചെറിയ പീസുകളാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോ ചുള എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കണം. ഇത് വലിയ ചുളകളാണ്. ആ ചുള ഇട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടൂല, ഇങ്ങനെ ചതഞ്ഞ് പോകും. അപ്പോൾ ഇനി എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ചക്കയൊക്കെ നമ്മൾ അരിഞ്ഞ് ഒരേ വലിപ്പത്തിലൊക്കെ വെച്ചേക്കുന്നു. ഇനി ഇത് വറുത്തെടുക്കണം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ചക്ക വറുക്കുന്നത് കേട്ടോ. ഓയിലൊക്കെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് നല്ല ചൂടാവണം. അപ്പോൾ ഇതിട്ടിട്ട് വറുത്തെടുക്കാം. ചക്കയുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇത് ഓയിലിട്ട് ഒരു മീഡിയം വേവാകുമ്പോൾ കുറച്ച് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അതിനൊരു കളറ് വരില്ലേ, പിന്നെ ഒരു ഉപ്പ് ടേസ്റ്റും വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ചെയ്യാനുള്ള നേരമായി, അത് ചെയ്ത് കൊടുക്കട്ടെ. ഇത് ഏകദേശം ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചാലിച്ചൊക്കെ ഒഴിച്ച് ഏകദേശം നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഒറ്റയടിക്ക് ഇതിനകത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2-3 വട്ടമായിട്ട് ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഇടാം. ഓക്കെ, കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ട് ചക്ക വറുത്തത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. പിന്നെ നമുക്കിപ്പോൾ വീട്ടിൽ ചക്കയും മാങ്ങയൊക്കെ ധാരാളം ഉണ്ടാവുന്ന സമയമല്ലേ. അപ്പോൾ ഇങ്ങനെ വറുത്തൊക്കെ വെച്ചാൽ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾ വന്നും പോയി എടുത്ത് വേഗം തിന്ന് തീർത്തോളും. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ കാണും വരെ ബായ്.